ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ എന്നുള്ളത് ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. എന്നോടൊപ്പം നിവേദാണ് കേട്ടോ, കോഴിക്കോടുകാരനാണ്. എമർജൻസി മെഡിസിൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പൊ നമുക്ക് നിവേദിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഹായ് നിവേദ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. സുഖമായിട്ടിരിക്കുന്നല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തിയൊക്കെ ഉണ്ടല്ലേ? അനിയത്തി എന്താ ചെയ്യുന്നത്? ഇപ്പൊ 5ാം ക്ലാസ് പഠിക്കും. 5ാം ക്ലാസ്സിലല്ലേ? ഹർഷനെ പറ്റിട്ട് എങ്ങനെയാ കേൾക്കുന്നത്? ഞാൻ ഏജൻസി വഴിയാണ് ഹർഷയിലേക്ക് വന്നത്. ഏജൻസി വഴി നമ്മ ക്യാമ്പസ് ഒക്കെ വന്ന് കണ്ടിട്ടല്ലേ? ക്യാമ്പസ് ഒക്കെ വന്ന്. ഓക്കെ. അപ്പൊ ഏജൻസി ത്രൂ ആണ് എടുത്തത്. അപ്പൊ നിവേദ് ഇവിടെ എങ്ങനെയാ നിൽക്കുന്നത്? അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാ വരുന്നത്? ഞാൻ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റൽ, അതായത് ഔട്ട്സൈഡ് ക്യാമ്പസ് ആണോ? ഔട്ട്സൈഡ് ക്യാമ്പസ്. ഔട്ട്സൈഡ് ക്യാമ്പസ് ആണ് കേട്ടോ നിവേദ് നിൽക്കുന്നത്. അപ്പൊ റൂമിൽ എത്ര പേരാ അവൈലബിൾ ആയിട്ടുള്ളത്? ഇവിടെ ഷെയറിംഗ് ഉണ്ട്. അപ്പോ ഞാൻ ഇപ്പൊ 6 ഷെയറിംഗ് ആണ്. 6 ഷെയറിംഗ്, 4 ഷെയറിംഗ്, 8 4, ഷെയറിംഗ് 2, 1, 8 ഒക്കെ ഉണ്ട്. 10 ഷെയറിംഗ് ഉണ്ട്. വരുന്നുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫുഡൊക്കെ അത്യാവശ്യം നല്ല ഫുഡാണ്. മലയാളി ഷെഫ്സ് ഒക്കെ ഉണ്ട്. മലയാളി ഷെഫ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ കേരള ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോ വാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർ അല്ലേ? ഒക്കെ ഇതാണ്, സേഫ് ആണ്. വീട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയാ? ഇവിടെ ഞങ്ങൾ ട്രെയിനിലാണ് വരുന്നത്. ട്രെയിനല്ലേ ബസ് അവൈലബിൾ ആണ്. ബസ്സിന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ? പിന്നെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ഒക്കെ ഉള്ള വരുന്നുണ്ടല്ലേ? അപ്പൊ എന്തിപ്പോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇപ്പൊ സ്റ്റുഡൻസിന്റെ അടുത്ത് ഹർഷോത്സവത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹർഷോത്സവം വരാൻ പോവാണ് ഇപ്പോ മാർച്ചിൽ. എത്ര ഡ്യൂറേഷനാ വരുന്ന പരിപാടി? അത് 1 മന്ത് ഒക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മാർച്ച് പോകും. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണല്ലേ, പരിപാടിയാണ് ഹർഷോത്സവം. പിന്നെ ഓണപരിപാടി ഉണ്ട്. അതൊക്കെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്? വെക്കേഷൻ ഞങ്ങൾക്കിപ്പോ വന്നപ്പോ ക്രിസ്മസ് വെക്കേഷൻ കിട്ടി. ഇനിയിപ്പോ ഓണത്തിന് വെക്കേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോവാം അല്ലേ? പിന്നെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ അവര്? ഇവിടെ മലയാളി ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ അവരാണ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും അല്ലേ? അവര് നല്ല സപ്പോർട്ടീവ് ആണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇവിടെ മെജോറിറ്റി മലയാളി സ്റ്റുഡൻസ് ആണ്, മലയാളി ഫാക്കൽറ്റീസ് ആണ്. സോ ഹർഷ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഇത്രയും മലയാളികൾ പഠിക്കുന്ന ഒരു ബാംഗ്ലൂർ ഒരു ക്യാമ്പസ് തന്നെയാണ് ഹർഷ. ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇപ്പൊ നമുക്ക് ഹർഷ ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഹർഷ അടിപൊളിയാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഫാക്കൽറ്റീസ് ഒക്കെ മലയാളി ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ. അപ്പൊ നിവേദ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്? അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ എമർജൻസി മെഡിസിൻ ഉള്ള സ്റ്റുഡന്റ് ആണ്. അതുപോലെ OTAT, MIT, നമുക്ക് ഇഷ്ടംപോലെ പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. അതിൽ എല്ലാ സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എമർജൻസി മെഡിസിൻ ഇതിലേക്ക് എൻക്വയറി വരുന്ന സ്റ്റുഡൻസിന് നമുക്കിപ്പോ നിവേദിന്റെ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് തന്നെയാണ്. സോ നിവേദ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു.